ഹൈക്കോടതി കേന്ദ്ര ഗവൺമെന്റിനോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, അത് നിങ്ങൾ പറയണം. വിവിധ അവധികൾ കഴിഞ്ഞു, പറയാൻ പറ്റിയില്ല. അവസാനത്തെ അവധി ഇപ്പൊ കഴിഞ്ഞു. ആ അവധി ദിവസം കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി ഒരു എഫിഡവിറ്റ് കൊടുക്കുകയുണ്ടായി. അതിൽ പറഞ്ഞത് സംസ്ഥാന ഗവൺമെന്റിന്റെ കയ്യിൽ ദുരന്ത നിവാരണ ഫണ്ട് ഉണ്ട്. ആ ദുരന്ത നിവാരണ ഫണ്ടിൽ ഇതിനായി ചെലവഴിക്കാവുന്നതാണ്. കേട്ടാൽ എല്ലാവർക്കും തോന്നുക എന്താ, 300 കോടി സർക്കാരിന്റെ കയ്യിൽ ഉണ്ട് എന്ന് വിചാരിക്കുക. കേന്ദ്ര ഗവൺമെന്റ് പറയുന്നു നിങ്ങൾക്ക് 150 കോടി ചെലവഴിക്കാം. യഥാർത്ഥത്തിൽ എന്താ കാര്യം? ഈ പറഞ്ഞ പണം കുറവാണ്, എന്നാലും 153 കോടി എന്നൊരു സംഖ്യ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ പണം നമുക്ക് ചെലവഴിക്കാലോ, ആ ചെലവഴിച്ച് നമുക്ക് റീഇംബേഴ്സ്മെന്റ് ചോദിക്കാലോ എന്നത് ചർച്ച ചെയ്തു. അപ്പൊ എന്താ അവസ്ഥ? നമ്മുടെ കയ്യിലുള്ള ദുരന്ത നിവാരണ ഫണ്ട് അത് ധനകാര്യ കമ്മീഷന്റെ ശുപാർശ അനുസരിച്ച് ഓരോ സംസ്ഥാനത്തിനും നൽകുന്ന ഫണ്ട് ഉണ്ട് ഓരോ വർഷവും. അതിന്റെ ഭാഗമായി നമ്മുടെ കയ്യിലെത്തിയ ഫണ്ടാണ്. ആ ഫണ്ട് ചെലവഴിക്കണമെങ്കിൽ അതിന് നിശ്ചയിച്ച മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡ പ്രകാരം ചെലവഴിച്ചു കഴിഞ്ഞാൽ ചൂർമല മുണ്ടക്കൈക്ക് വേണ്ടി ചെലവഴിക്കാൻ പറ്റില്ല, റീഇംബേഴ്സ്മെന്റ് ഇല്ല. ഈ പറയുന്ന മാനദണ്ഡങ്ങളിൽ പെടുന്ന കാര്യങ്ങൾക്ക് ഈ ഫണ്ട് ചെലവഴിക്കാം. എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ ഒരു പൈ കേരളത്തിലില്ല എന്നർത്ഥം.